നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിവർണ്ണ ശോഭയിൽ നാട്. എങ്ങും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി MP രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13ഓളം ക്രിമിനൽ കേസുകൾ. തൃശൂർ നഗരത്തിൽ കടയിലെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന വലിയ ഗ്ലാസ് വഴിയാത്രക്കാരന്റെ തലയിൽ വീണ് അപകടം. സാരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കടകൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അടപ്പിച്ചു. ചെറുതുരുത്തി പൈങ്കുളത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലാതല ആഘോഷം കോട്ട മൈതാനിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കാലത്ത് 8:30 കോട്ടമൈതാനത്ത് ആരംഭിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി MP രാജേഷ് പതാക ഉയർത്തി. തുടർന്ന് പരേഡ് പരിശോധിച്ചു. AR ക്യാമ്പ്, KAP, ലോക്കൽ പോലീസ്, എക്സൈസ്, ഹോംഗാർഡ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനിംഗ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡന്റ്, പോലീസ് ഉൾപ്പെടെ 32 പ്ലസ്ടൂണുകളുടെ പരേഡ് നടന്നു. AR ക്യാമ്പ് കമാൻഡർ പരേഡിന് നേതൃത്വം നൽകി. കാണിക്കമല കോൺവെന്റ് GHSS, മലമ്പുഴ നവോദയ വിദ്യാലയ ഉൾപ്പെടെ വിവിധ സ്കൂളുകളുടെ ബാൻഡ് വാദ്യമുണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ ആഘോഷം. കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കോട്ടമൈതാനത്തെ പതാക ഉയർത്തിയതിനു ശേഷം എല്ലാ സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡ് പരിശോധന, പരേഡ് മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്കു ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികത്തിലും പല വിഭാഗങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നതായും സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾ, മതന്യൂനപക്ഷങ്ങൾ, ദളിത്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലുള്ളവർ, ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ്, വയോജനങ്ങൾ തുടങ്ങി അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവന്ന് ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ്. തുടർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. 22 പ്രതികളിൽ ഇനി 4 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്ന്. മൂർക്കനാട്ടെ ഉത്സവത്തിനിടെ നടന്ന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ഇച്ചാവ എന്ന വൈഷ്ണവ്,
അപ്പു എന്ന ജിഷ്ണു എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട SI K അജിത് അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘം പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കാട്ടൂരിൽ വെച്ച് പോലീസ് നൈറ്റ് പെട്രോൾ സംഘത്തിന് നേരെ വാൾ വീശി ഭീതി പരത്തിയവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം കരുതലോടെയാണ് എത്തിയത്. വാതിലിൽ തട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നവർ പിൻവാതിൽ തുറന്ന് ഓടാൻ നോക്കിയത് പോലീസിന്റെ കൈകളിലേക്കാണ്. മൽപ്പിടുത്തത്തിന് മുതിർന്ന ഇവരെ ഒതുക്കി വിലങ്ങിട്ടു. 200 മീറ്ററോളം പൊക്കിയെടുത്താണ് ജീപ്പിൽ കയറ്റിയത്. വിവിധ സ്റ്റേഷനുകളിലായി 12ഉം 13ഉം ക്രിമിനൽ കേസ് പ്രതികളാണ് വൈഷ്ണവും ജിഷ്ണുവും. രണ്ടുപേർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനിൽ LP വാറന്റ് ഇപ്പോൾ പെൻഡിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഇവർ രണ്ടുപേര് 2022 പോക്സോ കേസിൽ ഇൻവോൾവ് ആയ ഒരു പ്രതിക്ക് സഹായം നൽകാൻ വേണ്ടി ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ആ ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൊടുങ്ങല്ലൂർ SHO ഇൻഫർമേഷൻ ഫോളോ അപ്പ് ചെയ്തു. SI അജിത്തും നമ്മുടെ ക്രൈം സ്ക്വാഡ് ഇൻവോൾവ് ആയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസുകാർ ഈ ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്ത് പട്ടാമ്പിൽ പോയിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കോളനിനകത്തുള്ള സ്ഥലത്തിൽ നിന്ന് ഇവർക്ക് പിടിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ നഗരത്തിൽ വഴിയാത്രക്കാരന്റെ തലയിൽ കടയുടെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന വലിയ ഗ്ലാസ് വീണ് അപകടം. സാരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിന് സമീപമായിരുന്നു അപകടം. കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു. കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസുകൾ കെട്ടിടത്തിലുള്ളതിനാൽ താഴത്തെ നിലയിലെ കടകൾ ഫയർഫോഴ്സ് അടപ്പിക്കുകയും ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതം തടയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികളോടുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതിനെ തുടർന്ന് നമ്മൾ കേരളത്തിലാകെ സ്വാതന്ത്ര്യദിന പരിപാടികൾ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും 78ാമത് സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകത്തുള്ള സാധ്യതകളും ഇന്ത്യയിലുള്ള സാധ്യതകളും എല്ലാം നാം പരിശോധിക്കുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് രാജ്യത്താകെ കാണാൻ സാധിക്കുന്നത്. ഷൊർണൂർ നഗരസഭാ അങ്കണത്തിൽ പുതിയതായി സ്ഥാപിച്ച കൊടിമരത്തിന്റെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, ലക്ഷ്മണൻ, വാർഡ് കൗൺസിലർമാരായ സൗമ്യ, ലത, ശരത്, ശോഭന, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ആരോഗ്യ വിഭാഗം നഗരസഭാ ജീവനക്കാർ, സാനിറ്റേഷൻ വർക്കേഴ്സ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. ഷൊർണൂർ STV ചാനലിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ചാനൽ CEO ഇന്ദ്രജിത്ത് അനിൽ ദേശീയ പതാക ഉയർത്തി. സാറ്റ്ലിങ്സ് STV ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി. താലൂക്ക് തഹസിൽദാർ TG ബിന്ദു, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലയുടെ മലയോര കാർഷിക മേഖലയായ വടക്കാഞ്ചേരിയിൽ മുണ്ടകൻ നെൽകൃഷിക്ക് ഒരുക്കമായി. കാർഷിക പൈതൃകത്തിന്റെ മുഖമുദ്രയായ ഈ പരമ്പരാഗത കൃഷിരീതി ഏകദേശം 250 ഹെക്ടർ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് കൃഷിവകുപ്പ് അധികൃതർ ലക്ഷ്യമിടുന്നത്. കാർഷിക കലണ്ടറിന് അനുസൃതമായി എങ്കക്കാട് ഈസ്റ്റ്, എങ്കക്കാട് വെസ്റ്റ്, എങ്കക്കാട് നോർത്ത്, കുമരനെല്ലൂർ, കുമ്പളങ്ങാട്, അകമല, മംഗലം, അകമ്പാടം, മേലേമ്പാട്ട് തുടങ്ങി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് മുണ്ടകൻ കൃഷി ആരംഭിക്കുന്നത്. കാർഷിക പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നതിനായി ജലലഭ്യത കുറഞ്ഞ എങ്കക്കാട് വടക്ക് പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഉയർന്ന ഗുണമേന്മയുള്ള മധ്യകാല വിളയായ ഉമാ നെൽവിത്ത് കൃഷിവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റു കർഷകർക്കും ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും കൃഷിവകുപ്പ് അധികൃതർ പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ ഏകദേശം 250 ഹെക്ടറോളാണ് നെൽകൃഷി
വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ചെയ്തു വരുന്നത്. ഏകദേശം നമുക്ക് 5 പാടശേഖരങ്ങൾക്ക് വിത്ത് നൽകി കഴിഞ്ഞു. ബാക്കി പാടശേഖരങ്ങൾക്ക് വിത്തുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓർഡർ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വിതരണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വർഷത്തെ സീസൺ ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് ഒരു 15 മുതൽ ഏകദേശം നടീൽ പ്രവർത്തനങ്ങളെല്ലാം തീരുന്നത് സെപ്റ്റംബർ 30 സമയത്തിനുള്ളിൽ ഈ കാർഷിക കലണ്ടർ അനുസരിച്ചിട്ട് സെപ്റ്റംബർ 30 തീർക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഭികാമ്യമായ ഗുണങ്ങളാൽ ഭൂരിഭാഗം കർഷകരുടെയും പ്രാഥമിക പരിഗണന ഉമയ്ക്കാണെങ്കിലും നാമമാത്രമായ കർഷകർ മറ്റ് പ്രാദേശിക ഇനങ്ങളിലും പരീക്ഷണം നടത്തുന്നുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് പരമാവധി പ്രദേശങ്ങളിൽ കൃഷി ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേഖലയിലെ കൃഷി പ്രക്രിയ മുന്നേറുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളെ കൂടി സമന്വയിപ്പിച്ചാണ് വടക്കാഞ്ചേരിയിലെ മുണ്ടകൻ കൃഷി. കഴിഞ്ഞ വർഷം ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു സൂക്ഷ്മ മൂലകങ്ങളും മറ്റും തളിച്ചിരുന്നത്. വിത്ത് വിതയ്ക്കൽ ഓഗസ്റ്റ് പകുതിയോടെ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനത്തോടെ അവസാനിക്കും. വിളവെടുപ്പ് ഡിസംബർ പകുതിയോടെ ആരംഭിച്ച് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ 100 മേനി വിളവെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് മേഖലയിലെ കർഷകരും കൃഷി വകുപ്പും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. കപ്പയുമായി വന്ന വണ്ടിയാണ്. ഇപ്പോൾ ഒരു നായി വന്നപ്പോൾ വെട്ടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ വണ്ടി പോസ്റ്റിലിടിച്ച് പാടത്തിലേക്ക് മറിഞ്ഞു. ആറങ്ങോട്ടുകാരേക്ക് പോവാണ് കപ്പയായിട്ട്. ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായാണ് ഈ ഉദ്യമം. ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും എലപ്പുള്ളി MLA-യുമായിരുന്ന AK രാമൻകുട്ടിയുടെ സ്വദേശമാണ് രാമശ്ശേരി. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 78 സത്യാഗ്രഹികളിൽ ഒരാളായ രാമശ്ശേരി വടവട്ടെ താപ്പൻ നായരുടെയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി AK രാമൻകുട്ടിയുടെയും സ്മരണയ്ക്കായാണ് രാമശ്ശേരി പൈതൃക ഭൂമിയിൽ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത്. ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സജ്ജരാക്കുകയാണ് ഗാന്ധി ആശ്രമത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് 25 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. 28 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് 7 ലക്ഷം രൂപ കൂടി സമാഹരിക്കേണ്ടതുണ്ട്. ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നവസമൂഹ നിർമ്മിതിക്കായി ഗാന്ധിജി തയ്യാറാക്കിയ 18 കർമ്മ പരിപാടികളെയും സ്വാതന്ത്ര്യ സമരത്തെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക ഗവേഷണ പരീക്ഷണങ്ങൾക്ക് വേദിയൊരുക്കുകയും ആശ്രമത്തിന്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. ഈ പാറപ്പുറത്ത് വെച്ചാണ് AK രാമൻകുട്ടിയും സംഘവും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിട്ട് ഇടപെട്ട് തുടങ്ങിയ കാലത്താണ് അദ്ദേഹം ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നിരന്തരമായ പോരാട്ടങ്ങളുടെ രീതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായത്. താപ്പൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിട്ടു പോവുകയും അഹമ്മദാബാദിൽ എത്തി സബർമതി ആശ്രമത്തിൽ ജോയിൻ ചെയ്തു. ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ദണ്ഡിയാത്രയിൽ 78 പേരുടെ സംഘത്തിൽ അദ്ദേഹം ഉൾപ്പെടുകയാണ് ഉണ്ടായത്. നമ്മൾ 78 പേരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവും പട്ടേലിനെ പോലുള്ള ആളുകൾ വരെ അപേക്ഷകരായി ഉണ്ടായിട്ടും അവരെ പരിഗണിക്കാതെയാണ് ഈ 78 സത്യാഗ്രഹികളെ സെലക്ട് ചെയ്യുന്നത്. 27 കോടി ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 78 പേരിൽ രാമശ്ശേരിക്കാരനുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ മങ്കര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി മൗനപ്രാർത്ഥനയും നടന്നു. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം മണ്ഡലം പ്രസിഡന്റ് ശങ്കർ നാരായണൻ പതാക ഉയർത്തി. യോഗം NCP ജില്ലാ സെക്രട്ടറി FJN നജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജീവൻ പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കേരളം ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ഒരു ആഘോഷമല്ല എങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഒരു തെളിമ മങ്ങരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും KH ആസിഫ് അധ്യക്ഷനായി. V ഹരിദാസ്, NS ഹംസ, സയ്യിദ് മുഹമ്മദ്, A ഷഫീഖ്, അബ്ദുൽ സലാം, KM നിഷാദ്, P ജലീൽ, നിയാബ്, ജിനാസ്, ഷാനിഫ്, CS നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിലകപ്പെട്ടവർക്കായി മൗനപ്രാർത്ഥനയും നടന്നു. മങ്കര NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. കരയോഗം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. M ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്നാൽ നമ്മളുടെ ഗവൺമെന്റും അതേപോലെ തന്നെ നമ്മളുടെ സുരക്ഷാഭടന്മാരും പ്രത്യേകിച്ച് ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ BSF എന്നീ രാജ്യ സുരക്ഷാഭടന്മാർ
രാത്രിയും പകലും കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ സുരക്ഷാ ജീവിതം ഇവിടെ സാധ്യമാകുന്നത് എന്ന് ഓരോ ഭാരത പൗരനും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾക്ക് ഇവിടെ തന്നെ വരുന്ന ചില ക്ഷുദ്രശക്തികളെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് ദേശീയഗാനം ആലപിച്ചു. കരയോഗം ഭാരവാഹികൾ, വനിതാ സമാജം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണൂർ കൊട്ടക്കുന്ന് ജാമിയൽ ഉലൂം മദ്രസയിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടുകൂടിയാണ് ആചരിച്ചത്. മഹൽ പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. ഖത്തീബ് സെയ്ദലവി അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താനും വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയടക്കം മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട ഭൂമിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മുസ്ലിം നാമങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുമ്പോൾ മഹൽ സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, വിനയദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മധുര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ N. രാജന്റെ തിരഞ്ഞെടുത്ത കഥകളുടെ പ്രകാശനം തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ അശോകൻ ചെരുവലിന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. മാനങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയും ഓർമ്മയെയും അനുഭവത്തെയും സ്വപ്നത്തെയും സമന്വയിച്ച് ഒരു ലാവണ്യാനുഭൂതിയാക്കി മാറ്റുകയും ചെയ്യുന്ന കഥകളാണ്. കവിതാ സമാഹാരങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അത് തന്നെ പറയാനാവും എന്ന് ഞാൻ കരുതുന്നു. അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. അഷ്ടമൂർത്തി K. രഘുനാഥൻ, വിജി തമ്പി, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രൊഫസർ M. ഹരിദാസ്, ED ഡേവിസ്, ഡോക്ടർ R. ശ്രീലതാ വർമ്മ, AO സണ്ണി, MN വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KL ജോസ് സ്വാഗതവും KS സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിവർണ്ണ ശോഭയിൽ നാട്. എങ്ങും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് കോട്ട മൈതാനിയിൽ മന്ത്രി MP രാജേഷ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനം വിദ്യാർത്ഥി കോർണറിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതികളിൽ സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചാമക്കാല കുഞ്ഞിക്കോളനി സ്വദേശികളായ വൈഷ്ണവ്, ജിഷ്ണു എന്നിവർ. പ്രതികളെ പിടികൂടിയത് പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നും അതിസാഹസികമായി. വിവിധ സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെയുള്ളത് 13ഓളം ക്രിമിനൽ കേസുകൾ. തൃശൂർ നഗരത്തിൽ കടയിലെ ചുവരിൽ പിടിപ്പിച്ചിരുന്ന വലിയ ഗ്ലാസ് വഴിയാത്രക്കാരന്റെ തലയിൽ വീണ് അപകടം. സാരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കടകൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അടപ്പിച്ചു. ചെറുതുരുത്തി പൈങ്കുളത്ത് തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. ഗാന്ധിജി വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിൽ പാലക്കാട് രാമശ്ശേരിയിൽ ഗാന്ധി ആശ്രമം ഒരുങ്ങുന്നു. ആശ്രമം ഒരുങ്ങുന്നത് സർവോദയ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെയും ഭാഗമായി. ആശ്രമം സ്ഥാപിക്കുന്നത് ഗ്രാമസ്വരാജ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെയും യുവജനങ്ങളെയും സജ്ജരാക്കുക ലക്ഷ്യമിട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.